അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സന്തോഷത്തോടു കൂടി സൗദയുടെ വീട്ടിൽ നവാസ് താമസിച്ച ആദ്യ ദിവസം എല്ലാം റാഹത്തായി, അൽഹംദുലില്ലാ. രാവിലെ എണീറ്റ് മക്കൾ കളി തുടങ്ങി. നവാസ് ചോദിക്കുന്നു, മക്കളെ പോവണ്ടേ? അതിൽ സൗദിയുടെ ഉമ്മ അങ്ങോട്ട് വന്നു, മോനെ എന്താ ഇപ്പം തന്നെ പോകാൻ തിരക്കായോ? അല്ലുമ്മ പോട്ടെ, ഇനിയിപ്പോൾ അല്ല, കുറച്ച് കഴിഞ്ഞിട്ട് മോനെ ഉച്ചഭക്ഷണം കഴിച്ചിട്ട് പോവാം. നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത് ഇന്നലെ? നിങ്ങൾ കാണിച്ചത് എന്താ, ഫുഡൊക്കെ വാങ്ങി വന്നിട്ട് നിങ്ങൾ ആദ്യമായിട്ട് അങ്ങനെ വരുന്നത് ശരിയാണോ മോനെ? ഉമ്മ അത് ഉമ്മാൻ്റെ പണിയാണ്, ഞാൻ വിചാരിച്ചിട്ട് പോലും ഇല്ല ഇന്നലത്തെ ഈ വരവ്. ആലേ മാഷാ അല്ലാ. ഉമ്മ എന്നാൽ ഞങ്ങളും ഏഴാമാൻ്റെ വീട്ടിൽ. മോനെ പോരി, എന്നാലും ഉച്ചഭക്ഷണം ഒന്ന് ഇവിടുന്ന് കഴിക്കണം കേട്ടോ, കഴിക്കാതെ പോവല്ലേ. നമുക്ക് എന്താ വെച്ചാൽ ഉണ്ടാക്കാം. ഉമ്മ നിങ്ങൾ ബുദ്ധിമുട്ടിക്കണ്ട. ഉപ്പ മോനെ വന്നിട്ടില്ല, കോയമ്പത്തൂരാണ്, അപ്പോൾ ചിലപ്പോൾ വരാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഉമ്മ എന്തൊക്കെ തന്നെയാലും ഞങ്ങൾ ഇവിടെ വെച്ച് ഭക്ഷണം കഴിച്ചു, ഞങ്ങളിവിടെ താമസിച്ചു. ഇനിയൊന്നും ഇല്ല, നല്ല രീതിയിൽ റാഹത്തായി എല്ലാം കഴിഞ്ഞു. പിന്നെ ഭക്ഷണം എന്ന് വെച്ചാൽ നിങ്ങൾ വെച്ച ഭക്ഷണം എനിക്ക് ഇനിയും കഴിക്കാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെ തന്നെയായാലും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് അതിനേക്കാളും നല്ലത് ഉമ്മ ഞങ്ങൾ കഴിച്ചല്ലോ. പിന്നെ ഉമ്മ മോനെ ഉമ്മ വിളിക്കുന്നുണ്ടാവില്ലേ? അല്ല, അത് ഉമ്മ പറഞ്ഞത് എവിടെയെങ്കിലും അവളെ കൂട്ടി പോവണമെന്നാണ്. ആണോ? തൻ്റെ മകളെയും കൊണ്ട് തൻ്റെ മരുമകൻ ടൂറ് പോകാൻ ഒരുങ്ങുകയാണ് എന്നറിഞ്ഞപ്പോൾ ആ ഉമ്മ ശരിക്കും സന്തോഷിച്ചു. അൽഹംദുലില്ലാ. മോളെ സൗദ, ഉമ്മ. പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്ന അവളെ അതാ ഉമ്മ വിളിക്കുന്നു. മോളെ ഉച്ചഭക്ഷണം കഴിച്ചിട്ട് പോവാന്ന് എന്നോട് പറഞ്ഞിട്ട്. ഉമ്മ അതിന് എന്തൊക്കെ പറഞ്ഞത്? പിന്നെ എളാമാൻ്റെ അടുത്തും പോകണം. മോളെ അപ്പോൾ റജിന അറിഞ്ഞിക്കണോ? ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും എന്താ അറിയില്ല, ഞാൻ ഉമ്മ വിളിച്ച് പറഞ്ഞിക്കണോ അറിയില്ല. എന്നാൽ ഉമ്മ വിളിച്ചിട്ടേ ഇല്ലായിരുന്നു, റജിനയോട് കാര്യമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. സൗദ നവാസ് വിളിക്കുന്നു. മോളെ ഇതാ വിളിക്കുന്നു. ഓനെ പോയി നോക്കി. എന്തിക്ക? അല്ല, നമുക്ക് ഇളമാൻ്റെ വീട്ടിൽ നിന്ന് പോയി വരല്ലേ. ഇക്ക ചായ കുടിച്ചിട്ട്. ചായ നേരത്തെ കുടിച്ചില്ല പെണ്ണേ, അത് ചെറിയൊരു കുടിയല്ലേ, ശരിക്ക് ചായ കുടിച്ചിട്ടില്ലല്ലോ. ഉമ്മ നല്ല നാടൻ ചിക്കൻ വറുത്തരച്ച കറിയും അതുപോലെ തന്നെ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആയിക്കോട്ടെ, എന്താ വെച്ചാൽ വേഗം ഭക്ഷണം കഴിക്കുക. മക്കൾക്ക് കൊടുക്കും മക്കളെ. ഉമ്മ അവരെല്ലാവരും ഒരുമിച്ചായിരിക്കും കഴിക്കുക. അപ്പോഴേക്കും അതാ സൗദയുടെ ഉമ്മയും സൗദിയും ചായയും കടിയും കറിയുമെല്ലാം കൊണ്ടുവന്ന് വെക്കുന്നു. മക്കളെ വരി. മക്കളെയെല്ലാം വിളിച്ച് സൗദ അവർക്കൊക്കെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. ഇക്ക ഇരിക്കി. ഇരിക്കുക. എല്ലാവരും വരി. ഉമ്മ വരി, ഇരിക്കി. മോനെ നിങ്ങൾ കഴിക്കി. അല്ലമ്മ വരി, മക്കളെ വരി, എല്ലാവരും ഇരിക്കി. പക്ഷേ അവളുടെ അനിയത്തിമാർക്കൊക്കെ നവാസിൻ്റെ കൂടെ ഇരിക്കാൻ മടിയായത് കാരണം അവർ അതിൽ നിന്ന് മാറി നിന്നു. ചെറിയ അനിയത്തി ഇരുന്നു. ചെറിയ അനിയത്തിയാണെങ്കിൽ ചെറിയ മോനെയൊക്കെ നല്ല രീതിയിൽ എടുത്തുകൊണ്ട് നടക്കുകയാണ്, അവരോട് നല്ല സ്നേഹം പ്രകടിപ്പിക്കുകയുമാണ്. എന്തെന്നറിയില്ല, വല്ലാത്തൊരു സന്തോഷം. നവാസ് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പറഞ്ഞു, ഉമ്മ അടിപൊളിയായിട്ടുണ്ട്. സൗദ നീ ഉണ്ടാക്കിയതാണോ? അത് ഉമ്മ ഉണ്ടാക്കിയതാണ്. വെറുതെ അല്ല, അത്ര ടേസ്റ്റ്. അല്ല, അപ്പം ഞാനുണ്ടാക്കുന്ന ടേസ്റ്റ് ഉണ്ടാവാറല്ലേ? ഇല്ല എന്നല്ല, പക്ഷെ അതിനേക്കാൾ ഒന്നുകൂടി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മരുമകന് വേണ്ടി ഉമ്മ എന്താ സ്പെഷ്യലായി ചേർത്തിക്കണമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണോ? അങ്ങനെ അതാ എല്ലാവരും സന്തോഷത്തോടു കൂടി ഭക്ഷണമെല്ലാം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ച് പാത്രങ്ങളെല്ലാം സൗദ പെറുക്കിയപ്പോഴേക്കും ഉമ്മ പറഞ്ഞു, എന്നാൽ റജിനത്താൻ്റെ വീട്ടിൽ പോരി, പാത്രങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ അതാ നവാസിനോട് പറഞ്ഞു, ഇക്ക എന്നാൽ മക്കളെ ഞാൻ കുളിപ്പിക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ കുളിപ്പിക്കണോ? ഇങ്ങോട്ടല്ലേ? അല്ല, കുളിപ്പിച്ച് മാറ്റാം. സൗദ അവരെ വേഗം കുളിപ്പിച്ചൊരുക്കി. ഒട്ടും പ്രതീക്ഷിക്കാതെ അതാ റജിനത്തയുടെ വീട്ടിലേക്ക് സൗദിയും നവാസും മക്കളും പോകുന്നു. മക്കൾ പോകാൻ കൂട്ടക്കുന്നില്ലായിരുന്നു. മക്കൾ ഇവിടെ തന്നെ കളിയിൽ മുഴുകിയിരുന്നു. മക്കളെ ഞമ്മക്ക് ഇളമാൻ്റെ വീട്ടിൽ പോയി വരാട്ടോ. ചെറിയ മോനെ എടുത്തുകൊണ്ട് സൗദ നടന്നു. എളുപ്പമുള്ള ആ ഒരു സ്ഥലത്ത് കൂടെ, ആ ഒരു റബ്ബർ തോട്ടത്തിന് കുറുക്കുവഴിയിലൂടെ പോയാൽ എളുപ്പമുണ്ട്.
മെയിൻ റോട്ടിലാണെങ്കിൽ ഇങ്ങനെ ആ നേരെ. അവൾ ആ റബ്ബർ തോട്ടത്തിലേക്ക് വെറുതെ നോക്കി. റബ്ബേ, അവളുടെ മനസ്സ് വല്ലാവുന്ന കാളി. അന്ന് സത്താർ തന്നെ പിറകിൽ നിന്ന് പിടിച്ച ആ ഒരു സ്ഥലമെത്തിയപ്പോൾ അവൾ വല്ലാതെ ഒന്ന് ഭയപ്പെട്ടു. സൗദ, നിന്റെ ഭാഗമൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ആ ഇക്ക, ഞങ്ങൾക്ക് കുറച്ചല്ലേ സ്ഥലം, വീടും സ്ഥലമുള്ളൂ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ നിങ്ങളുടെ ഇളാമ്മയുടേതാണ്. എന്തിനാണ് കുറേ ഉള്ളത്? നല്ല സമാധാനത്തോടു കൂടി കഴിയുക, അതല്ല സന്തോഷം. സൗദത്തയുടെ വീട്ടിലേക്ക് അതാ സൗദ അടുക്കള ഭാഗത്തൂടെയാണ് കയറി ചെല്ലുന്നത്. പിന്നെ ഞാനുള്ളത് പറയണ്ട, നീ അവിടെ ചെല്ല്, ബാക്കിലൂടെ ചെല്ല്. നവാസ് എളാമയൊന്ന് പറ്റിക്കണം എന്ന് വിചാരിക്കുന്നു. അവളതാ നേരെ അടുക്കള ഭാഗത്തു കൂടെ ചെല്ലുന്നു. റജിനത്താ, റജിനത്താ, അല്ല ആര് വിളിക്കണത്? ആരപ്പത്? ആരാ മോളെ? സൗദയുടെ അനിയത്തിയാണെന്നാണ് കരുതിയത്. സൗദയുടെ അനിയത്തി നൂർജഹാനാണെന്ന് കരുതിയിട്ട് എളാമ പറയുന്നു. നൂർമോളെ ഇങ്ങോട്ട് പോര്, നൂർജ ഇങ്ങോട്ട് പോര് മോളെ. ശരിക്കും സൗദക്ക് ഉള്ളിൽ ചിരി വന്നു. ഓഹ്, അത് നൂർജഹാനാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. റജിനത്താ, വാതിൽ പതുക്കെ ചാരിയിട്ടുള്ളായിരുന്നു. വാതിൽ തുറന്നുകൊണ്ട് അതാ റജിനത്താ. മോളെ നൂർജ അങ്ങോട്ട് പോര്. അസ്സലാമു അലൈക്കും. അല്ലാ, ആരപ്പ ഇത്? റബ്ബേ, മാഷാ അല്ലാ, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. പൊന്നു മോളെ, നീ എപ്പോഴെത്തിയത്? സൗദിയെ കണ്ടതും റജിനത്ത അവളെ കെട്ടിപ്പിടിച്ചു. മോളെ, എന്താ ഇത് ഇത്ര രാവിലെ തന്നെ? അല്ല, എപ്പോഴെത്തിയത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ല, ഒറ്റക്കാണോ? നിൽക്കാൻ വന്നതാണോ? പഠിച്ചോനെ, നവാസിനൊക്കെ വിട്ട് നിൽക്കാൻ വരല് തുടങ്ങിയ റബ്ബേ. ഇത്ത, അതൊന്നല്ല, അത്. എന്നാൽ അടുക്കള ഭാഗത്ത് കൂടി തന്നെ മക്കളും കയറി വരുന്നു. പഠിച്ചോനെ, മാഷാ അല്ലാ, ഉമ്മമാരെ കുട്ടികൾ വന്നിക്കണോ? നവാസിൻ്റെ മക്കളെ അതാ ഉമ്മമ്മ കോരിയെടുക്കുന്നു. പിന്നാലെ നവാസും. എളാമ, അല്ലാ, എന്താണ് റബ്ബേ, ഇങ്ങനെയൊക്കെ ഒരു സർപ്രൈസ് തരാൻ നിങ്ങൾക്ക് കഴിയോ? ഞാൻ ഒരിക്കലെന്നാലും ഇപ്പോൾ താത്തൊന്ന് വിളിച്ച് പറയില്ല, അതും പറഞ്ഞില്ലല്ലോ. വല്ലാത്തൊരു പുതുമ. എന്താ ഇപ്പം ഇത് ഇങ്ങനെയൊക്കെ നിങ്ങൾ കാട്ടുന്നത്? ഓ എൻ്റെ റബ്ബെ, ഞാൻ താത്താക്കൊന്ന് വിളിച്ച് കാര്യങ്ങൾ പറയട്ടെ. ഇരിക്കി റബ്ബെ, ഇവിടെയാണെങ്കിൽ അലങ്കോലമായി കിടക്കുകയാണ്. ചായം കടി ഉണ്ടാക്കണമുണ്ട്, അവിടെ കിടക്കണമുണ്ട് ആകെ. പിന്നെ സൗദ, പൊന്നാര് പെണ്ണെജ്ജാണ്ട് പോയിൻ്റെ ശേഷം ഇവിടെ ആ വൃത്തി കിട്ടിയിട്ടില്ല കേട്ടോ. ഇജങ്ങനെ അടുക്കി ഒതുക്കി വെച്ച് അങ്ങനെ കൊണ്ടെടുക്കണല്ലേ. എന്നാലും മാണ്ടിരൻ്റെ താത്താക്കന്നെ കിട്ടില്ല, അത് മതി. നവാസിനൊരു ജീവിതം അയക്കണല്ലോ, അത് മതി. നവാസെ മോനെ ഇരിക്കടാ, എൻ്റെ കുട്ടികൾ വന്നിട്ട് ഇപ്പം എന്താണ്? അപ്പോൾ തന്നെ ഉമ്മ അതാ, എളാമ അതാ ഫോണെടുത്ത് ഹോട്ടലിലേക്ക് എന്തോ ഓർഡർ. വേണ്ട പൊന്നാര എളാമ, വേണ്ട. ഇനിയിപ്പോൾ റജിനത്താന്ന് ഞാൻ വിളിക്കൂല കേട്ടോ, എളാമാന്നേ വിളിക്കുള്ളൂ. ആയിക്കോട്ടെ വേണ്ട. ഞാൻ റജിനത്താന്ന് വിളിച്ചപ്പോൾ നൂർജയെന്ന് വിചാരിച്ചേ. എൻ്റെ പൊന്നാര എളാമ, അതൊക്കെ ഇന്നലെ പെട്ടെന്നുണ്ടായ പോരലാണ്. പിന്നെ ഒന്നും വേണ്ട കേട്ടോ, വയറ് നിറച്ചത് കണ്ടില്ലേ? ഉമ്മ നല്ല പത്തിരി ഉണ്ടാക്കിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കി കുട്ടികളും വയറ് നിറച്ച് നിൽക്കണം. എനിക്ക് നിന്നല്ലേ, ഇപ്പം ഒന്നും വേണ്ടായിട്ടാണ്. എന്താന്നില്ലേ ഇവിടെ വന്നിട്ട് തിന്നാതൊക്കെ? അല്ല എളാമ, ഒന്നും ഓർഡർ ചെയ്യില്ല നിങ്ങൾ, ഇപ്പോൾ വേണ്ട. ആവശ്യമുണ്ടെങ്കിൽ പറയില്ല, ഇവിടെ ഉള്ള എടുത്ത് കഴിച്ചാൽ പോരെ. അല്ല പെണ്ണെ, എങ്ങനെ ഇപ്പം ഈ ഒരു വരവും ഇതൊക്കെ ഉണ്ടായത്? അതേ ഒന്നുമല്ല, അതുണ്ടല്ലോ. പിന്നെ ഇന്നലെ അങ്ങനെ ഉമ്മ അങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് പോരി, ഒന്നും മിണ്ടൊന്നും വേണ്ട, അറിയാത്തൊന്ന് പോയി നോക്കി. എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്താ, ഉമ്മ എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തേക്കണേ. എന്ത് അല്ലേ, ഫുഡ് വാങ്ങിയിട്ട് പോവണം, അറിയാതാണ് പോയിക്കോളി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇപ്പം എന്താ ഉമ്മ, ഞാൻ ആടി ഓൾ അങ്ങനെ തന്നെയാണ്. എൻ്റെ താത്തല്ലേ സാധന, നുസൈബാനോട് ചോദിച്ചോക്ക്. അതന്നെ, എവിടേക്ക് പോവുകയാണെങ്കിലും അതിന് പലതും കൊടുത്തേക്കണം, അങ്ങനത്തെ ഒരു ഇതാണ്. ഒരാളെ ബുദ്ധിമുട്ടാക്കരുത്, അങ്ങനെയൊക്കെ ഒരു ഇതാണ്. എന്തൊക്കെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ താത്താൻ്റെ അടുത്ത് എത്തിക്കിട്ടിയാലേ ഏജ് കഴിച്ചില്ലാവും ഞാൻ പറഞ്ഞിട്ടില്ലേ അന്ന് തന്നെ. കുറേ മുമ്പ് എന്നോട് ഞാൻ പറഞ്ഞിരിക്കണത്. അതായത് കുറേ മുമ്പ് എന്ന് വെച്ചാൽ എനിക്ക് നല്ല പൂതി ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും നമുക്ക് പറയുന്നത് ശരിയല്ലല്ലോ. താത്താക്ക് ചെറിയൊരു മോനുണ്ട്, ഷമ്മാസ് എന്ന് പേരുള്ള. അന്നും വന്നിട്ടില്ലായിരുന്നു, മലേഷ്യയിലായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ എൻ്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു പൂതിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം എങ്ങനെ പറഞ്ഞ് ശരിയാണോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ. അന്നാണെങ്കിൽ എനിക്ക് അത്ര
ആ ഡിഗ്രിക്ക് എന്താ അങ്ങനെ പഠിക്കാൻ പോകും അങ്ങനത്തെ തോന്നുന്നുണ്ട്. എനിക്ക് ശരിക്കൊരു ഓർമ്മയില്ല. ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നു കേട്ടോ. ഒന്നുമല്ല, ഇജ്ജ് ഇവിടെ വന്ന് അടിച്ചൊരു തൊടുക്കലും പണിയും കാര്യങ്ങളൊക്കെ എടുക്കലും എൻ്റെ വെടുപ്പും വൃത്തിയും കാണുമ്പോഴേ ഇങ്ങോട്ടല്ലെങ്കിൽ അങ്ങോട്ട് എനിക്ക് ആൺകുട്ടികളുടെ ഇങ്ങോട്ട് തന്നെ ഞാൻ കെട്ടിക്കണം എന്ന് തന്നെ വിചാരിച്ചതേനു. ഏതായാലും പഠിച്ചോനെ നിങ്ങൾ എന്തൊക്കെയാണ് പറയണത്? ആടി ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നു. എപ്പോൾ എന്തൊക്കെ തന്നെയുള്ള റാഹത്തേക്ക് കെട്ടിമറിഞ്ഞതാ. എനിക്ക് 2 കൊല്ലം വയസ്സ് കൂടുകയും ചെയ്തു. അപ്പോത്തിന് എൻ്റെ നവാസിനെങ്കിലും കിട്ടിയല്ലോ, അൽഹംദുലില്ലാ. എനിക്ക് സമാധാനം, ഇപ്പോൾ സന്തോഷമാണ്. താത്താൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എനിക്കൊരു വിഷമമില്ല. മറ്റേത് ഇടങ്ങാറായിരുന്നു. എല്ലാം കൂടി ഇങ്ങോട്ട് ആരും ഇല്ലാത്തൊരവസ്ഥ. ഫസീലാണെങ്കിൽ അങ്ങനെ, താത്താക്കാണെങ്കിൽ ഷുഗറും പ്രഷറും അത് കൊളസ്ട്രോൾ എല്ലാം കൂടി അതങ്ങനെ ഒരു കഥയായിരുന്നു. ഒക്കെപ്പാടെ നുസൈബാനാണെങ്കിൽ ഓന് തീരെ ഒരു ലോഗ്യമല്ല ഓളോട്. ഓളെ കൊണ്ടാക്കണം, വേറെ പെണ്ണുങ്ങളോടാണ് ഓൻ്റെ ഇഷ്ടം. അങ്ങനെ അതൊക്കെ ഇങ്ങനെ അറിഞ്ഞപ്പോഴേക്ക് മനസ്സൊക്കെ ഇങ്ങോട്ട് ഇടങ്ങാറായിട്ട് റഹ്മാനെ വല്ലാതെ ഇങ്ങോട്ട് ഇടങ്ങാറായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചിരുന്നു പഠിച്ചോന്ന് എപ്പോൾ അൽഹംദുലില്ലാ റാഹത്തുണ്ട് താത്താക്ക്. അതന്നെ വലിയൊരു സന്തോഷം. എന്നാലും അന്നപോലത്തെ ഒരാളാണ് കിട്ടിക്കണല്ലടി. ഇനിയിപ്പോൾ പേടിച്ചാനൊന്നുമില്ല. എന്താ ഇപ്പോൾ ഹെളാമി മരോളും കൂടി പറയണത്? നവാസ് അങ്ങോട്ട് വന്നു. അല്ലേ എൻ്റെ പെണ്ണുങ്ങൾ കാര്യം പറയണേ. മനസ്സിൽ നല്ലോണം ആഗ്രഹിച്ച സംഭവം പറയാം. എന്തൊക്കെ തന്നെയായാലും പഠിച്ചവൻ അവിടെ തന്നെ ഉള്ള എത്തിച്ചു. ഹെളാമ നിങ്ങൾക്ക് ആദ്യം തന്നെ പ്ലാനിങ് ഉണ്ടായിരുന്നു? അല്ല മോനെ, അന്നേറ്റൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അന്നേറ്റൊന്നും ഞാൻ വിചാരിച്ചിട്ടൊന്നുമില്ല. അല്ലേ ഈ കുട്ടീൻ്റെ ഒരു കാട്ടിക്കൂട്ടൽ എനിക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പെരീക്ക് ഒരു പെണ്ണ് മതി. സൗദ എന്നുള്ളൊരു പെണ്ണ് പെരയിലെത്തിയാൽ ആ പെരൻ്റെ കാര്യം, വെടുപ്പ്, വൃത്തി, എല്ലാ കാര്യങ്ങളും ഓളങ്ങട്ടെ നല്ല ഇബാദത്തും കാര്യങ്ങളും അതുകൊണ്ട് എല്ലാം സൗദ കേൾക്കാതെയായിരുന്നു അത് നവാസിനോട് പറഞ്ഞത്. എളാമ, അല്ല മോനെ, ഞാനോട് ചോദിക്കട്ടെ. ഞാൻ ഇപ്പം എൻ്റെ എളാമയാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ എന്നോട് പറയാം. എനിക്ക് എന്നോടും പറയാം. വേറൊന്നും ചോദിക്കാനും പറയാനില്ലല്ലോ. അല്ല, ആളെങ്ങനെ ഉണ്ട് എൻ്റെ മട്ടത്തിന്? ഇജ്ജ് വിചാരിച്ച രീതിയിലൊക്കെ അയക്കണം. നവാസ് ചിരിച്ചുകൊണ്ട് പറയുന്നു. എളാമ, എന്താ നിങ്ങളിങ്ങനെ? അല്ലടാ, എനിക്ക് റാഹത്തല്ലെന്ന് ഞാൻ ചോദിച്ചതിൻ്റെ അർത്ഥം. എളാമ എന്നുള്ള നിലക്ക് കൂട്ടണ്ട. വേറെ ഏതെങ്കിലും ഒരു കൂട്ടുകാർ ചോദിക്കാമെന്ന് വിചാരിച്ചു. എന്താ എൻ്റെ മട്ടം? റാഹത്തല്ലേ? ഓള് ഉഷാറല്ലേ? ഇജ്ജ് വിചാരിച്ച രീതിയിലൊക്കെ അയക്കണോ? നവാസ് ചിരിച്ചുകൊണ്ട് തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. എളാമ, അൽഹംദുലില്ലാ റാഹത്താണ് എല്ലാം കൊണ്ടും. അത് കേട്ടാൽ മതി. എൻ്റെ കുട്ടിക്ക് കിട്ടേണ്ടത് പഠിച്ചോൻ തന്നിരിക്കുന്നു. മരിച്ചോളം പഠിച്ച റബ്ബ് നിങ്ങളങ്ങോട്ട് ഒരുമിപ്പിച്ച് കൊണ്ടോട്ടെ. വേറൊന്നും മടക്ക് റഹ്മാനെ അല്ലാ. ഇനിയിപ്പോൾ അതിലൊരു കുട്ടി ഉണ്ടായി കാണണം. എളാമ, ആ മോനെ, എന്നാലല്ലേ ഓൾക്കൊരു ഉറപ്പ് അവിടെ ഉള്ളൂ. പിന്നെന്ന് വെച്ചാൽ മറ്റുള്ള ഏതുതരം കയറി എന്ന് കണ്ടാൽ കുട്ടികളൊക്കെ പിടിച്ച് വലിച്ച് കൊണ്ടായാൽ അതും ഇടങ്ങാറായില്ലേ. ഒരു ഉറപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവൾക്കൊരു കുട്ടി വേണം. ഉമ്മാൻ്റെ കുട്ടികൾ അധികം ഒന്ന് വൈകിപ്പിക്കല്ലേ. എളമ്മ, ഇനി മോനൊക്കെ ഒന്ന് വലുതായിട്ട് നമ്മൾ പറഞ്ഞു. മോനെ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചെറിയ കുട്ടികൾ അങ്ങനെ വളരും. 1 വയസ്സ് 1.5 വയസ്സ് അങ്ങനെ എത്ര ഒരു വീട്ടിൽ 10 മക്കളൊക്കെ ഉള്ള കാലം ഉണ്ടായിരുന്നു. ഈ കുട്ടി ഓടിച്ചാടി നടക്കൽ തുടങ്ങിയ കുട്ടിയല്ലേ. ഇപ്പം ഒന്ന് ഇവർക്ക് ഉണ്ടായി അരച്ചിട്ട് ഇപ്പം എന്തായാലും വേണ്ടിയില്ല. ഓളെ ജീവിതത്തിലേക്ക് ഒരു കരട് അല്ലെങ്കിൽ ഒരു പിടുത്തം വേണമെന്നുണ്ടെങ്കിൽ ഓർക്കൊരു കുട്ടി വേണം. അത് അല്ല പറയാൻ പറ്റുമല്ലോ. പൊന്നു മോനെ, മൂടും തട്ടി പോരേണ്ടി വരൂലേ. ഇളാമ പറഞ്ഞ അതേ കാര്യം തന്നെ ഉമ്മയും പറഞ്ഞിരുന്നു. നവാസ് കരുതുന്നു, റബ്ബ ഇവർക്കൊക്കെ ഇത് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ കുഴപ്പമില്ല, ശരിയാണ്, അവളുടേതായിട്ട് ഒരു കുഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ അവൾ പ്രസവിക്കണം, അത് നിർബന്ധമാണ്. ശരി, എൻ്റെ മക്കൾ അവൾ പൊന്നു പോലെ നോക്കുന്നുണ്ട്, എങ്ങനെ വെച്ചാൽ അവളെ മക്കളെ പോലെ നോക്കുന്നുണ്ട്. പക്ഷേ അവളിതാണെന്ന് പറയാൻ അവൾക്ക് ഒരിക്കലും അത് അവകാശമല്ല. ഏത് നിമിഷവും അത് മറ്റവൾ അവകാശപ്പെട്ടുകൊണ്ട് വരാനും ചാൻസ് ഉണ്ട്. ചെറിയ മക്കളല്ലേ, 12 വയസ്സിൽ താഴെയുള്ള മക്കളുടെ അത് ഉമ്മമാർക്കാണല്ലോ ഏറ്റവും കൂടുതൽ കോടതി വിധിക്കുക, അവരുടെ കൂടെ പോകാൻ. അതൊക്കെ ആലോചിക്കുമ്പോൾ ടെൻഷനും സങ്കടമൊക്കെ ഉണ്ട്. റബ്ബേ അല്ലാ, അവൾ എനിക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയുന്ന ടൈപ്പല്ല. സൗദക്കൊരു പിടുത്തം വേണമെന്നുണ്ടെങ്കിൽ അവൾക്കൊരു കുഞ്ഞ് എന്നുള്ളത് അത് യാഥാർത്ഥ്യമാക്കണം. നവാസും മനസ്സിൽ വിചാരിക്കുന്നു. പെട്ടെന്ന് സൗദ അങ്ങോട്ട് വരുന്നു. എളാമ്മ, ചായ കുടിച്ചോ നിങ്ങൾ? ആ മോളെ, ചായ കുടിച്ചിട്ടുണ്ട്, അത് അവിടെ ഇവിടെ കിടക്കും. എളാമ്മ,
നിങ്ങളും നവാസ്കയോട് സംസാരിച്ചിരുന്നോളൂ, ഞാൻ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യട്ടെ. എൻ്റെ പൊന്നാര പെണ്ണെ, എനിക്ക് എവിടെ പോലും അടങ്ങി നിൽക്കൽ അറിയില്ലേ? അല്ലേ എളാമ, ചെല്ലി നിങ്ങൾ ഡൈനിങ് ഹാളിൽ പോയിരുന്നോളൂ. എളാമയും മോനും കൂടെ ഒക്കെ എന്താ വെച്ചാൽ വർത്താനം പറഞ്ഞോളൂ. ഇവിടെ ഞാൻ സെറ്റാക്കി തരാം. കിച്ചണൊക്കെ ഒന്ന് ആകെ അലങ്കോലമായി കിടക്കുന്ന പാത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും, അവിടെയും ഇവിടെയും വലിച്ചു വാരിട്ടിരിക്കുന്ന ഡ്രസ്സ്, മൊത്തത്തിൽ അലങ്കോലമായി കിടക്കുന്ന ആ ഒരു വീട് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സൗദക്ക് എന്തൊക്കെയോ തോന്നിപ്പോയി. എളാമ അവിടെ പോയിരുന്നോളി. തലേ ദിവസം പാഴ്സൽ കൊണ്ടുവന്ന പൊറോട്ടയുടെ കഷ്ണങ്ങൾ, ചിക്കൻ പീസുകൾ, മയോണൈസ് സോസ്, അതുപോലെ മന്തിയിലെ റൈസുകൾ എല്ലാം ഉണ്ട് അവിടെ. കാര്യമായിട്ട് അവിടെ ഓർഡർ ചെയ്യുകയായതുകൊണ്ട് തന്നെ കാര്യമായിട്ട് കുട്ടികൾ ക്ലീനിങ്ങും കാര്യങ്ങളും പഠിക്കാത്തത് കൊണ്ടും ചെയ്യാത്തത് കൊണ്ടും മക്കൾ വെറും പഠനത്തിൻ്റെ കാര്യത്തിലായതുകൊണ്ടും വീട്ടിലിപ്പോൾ ഒരു സ്ഥിരമായ വേലക്കാരി ഇല്ലാത്തത് കൊണ്ടും തന്നെ ആകെ അലങ്കോലമായി കിടക്കുന്ന ആ ഒരു വീട് കണ്ടപ്പോൾ സൗദക്ക് ശരിക്കും വല്ലാത്ത മനസ്സൊക്കെ എന്തൊക്കെയോ ഒരു തോന്നുകയാണ്. എളാമയോട് പറയുന്നു, എളാമ ചെല്ലി ഇങ്ങളും നവാസ്കി അവിടെ പോയിരിക്കെ. അങ്ങനെ അതാ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് ഡൈനിങ് ഹാളിൽ ഇരിക്കുന്നു. മക്കളൊക്കെ അവിടെ TV കണ്ടുകൊണ്ടും ഇരിക്കുന്നു. പെട്ടെന്ന് സൗദയെല്ലാം പാത്രങ്ങളെല്ലാം അതാ അടക്കി പെറുക്കി എടുക്കുന്നു പുറത്തെ കൊട്ടത്തളത്തേക്ക്. റാക്കും അടുപ്പിൻ തറയും ഗ്യാസും ടേബിളും എല്ലാം ലിക്വിഡ് ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നു. നല്ല പതപ്പിച്ച് ശീല കൊണ്ട് നല്ല വൃത്തിയായി തുടച്ചെടുത്ത് അവിടെയെല്ലാം അവൾ വൃത്തിയാക്കുന്നു. വേസ്റ്റുകൾ കൂടിക്കിടക്കുന്ന കവറുകളും അതും ഇതും അതെല്ലാം കൂടി വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് നിക്ഷേപിക്കുന്നു. ഫുഡ് ഐറ്റംസ് വേറെയാക്കിക്കൊണ്ടും കവറുകൾ വേറെയാക്കിക്കൊണ്ടും. തലേ ദിവസത്തെ ഭക്ഷണമായിരിക്കും പാഴ്സൽ കൊണ്ടുവന്നത്. അതുപോലെ തന്നെയുണ്ട്, കുറേ കഴിച്ചിട്ടുണ്ട്, ബാക്കി അവിടെയുണ്ട്. അതെല്ലാം അവൾ വൃത്തിയാക്കി പാത്രങ്ങളെല്ലാം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചു. കിച്ചൺ നന്നായി അടിച്ചുവാരി നല്ലോണമൊന്ന് തുടച്ച് വൃത്തിയാക്കി പാത്രങ്ങളെല്ലാം അടുക്കി വൃത്തിയാക്കി വെച്ചു. അവൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. എളാമ പിന്നെ ചോറിന് വെള്ളം വെക്കട്ടെ? എൻ്റെ പെണ്ണെ, പഴയ ശൈലിയൊന്നും ഇപ്പോഴും മാറ്റിയിട്ടില്ല, എനിക്ക് ഓർമ്മ ഉണ്ടല്ലേ? ഞാൻ ചെയ്തോളടി, അവിടെ നോട്ടിട്ടോ അതൊക്കെ. ആ ആയിക്കോട്ടെ, നിങ്ങൾ വന്നിട്ട് ചെയ്തോളി. പിന്നെ എളാമ ചോറിന് അവിടെ വെള്ളം വെക്കലേ? മോളെ കുറച്ച് കേട്ടെ, ഇനിയിപ്പോൾ ഇന്ന് എന്തെങ്കിലും കൊണ്ടിരിപ്പിക്കാം. ഇനിയിപ്പോൾ മക്കളെ പോലിട്ടോ, ഉച്ചഭക്ഷണം ഇവിടുന്ന് കഴിച്ചിട്ട് പോവട്ടോ. നമുക്ക് എന്തെങ്കിലും എന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞ എന്താ ചെയ്യാം. എളാമ വേണ്ട, വെറുംചോറ് തിന്നാനാണ് പൂതി. ഇന്നലെ രാത്രി മന്തിയായിരുന്നു. ഇനി ഉമ്മ അവിടെ ഉണ്ടാക്കുന്നുണ്ടോ അറിയില്ല. ഉമ്മാനോട് പറയടി ഉണ്ടാക്കണ്ടാന്ന്, നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. എന്നാലേ ഇജ്ജ് ഉമ്മാനെ കൊണ്ട് വിളിച്ചോ. നമുക്ക് നല്ല വെറുംചോറും സാമ്പാറും ഒക്കെയാണ് ഉണ്ടാക്കുക, സദ്യ ആണ് ഉണ്ടാക്കുക. എന്തേ അല്ലെങ്കിൽ പിന്നെ നല്ല മോര് കാച്ചിയതും നല്ല ഇറച്ചി വരത്തിയതും അങ്ങനെയാക്കാം. അതൊക്കെ എൻ്റെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ ചെയ്യാം. എന്താ ഇളാമ, അങ്ങനൊന്നും വേണ്ട. അല്ലേ ഞാൻ പറഞ്ഞല്ലോ, ഫ്രൈഡ് റൈസ് വേണമെങ്കിൽ അത് കിട്ടും, ചിക്കൻ ബിരിയാണി വേണമെങ്കിൽ അതുണ്ട്, മന്തി ഉണ്ട്, മധുഹൂത്തുണ്ട്, എല്ലാ സംഭവങ്ങളും വാങ്ങാൻ കിട്ടുമല്ലോ. അല്ലളാമ ഇനിയിപ്പോൾ വേണ്ട, മന്തി ഇന്നലെ തന്നെ കഴിച്ച് നമുക്ക് ഒരു സുഖം കിട്ടിയിട്ടില്ല. അപ്പോൾ അത് തന്നെ ഇപ്പോൾ വീണ്ടും എന്നായിക്കോട്ടെ, നാടൻ ചോറും കൂട്ടാനും ഉണ്ടാക്കി തിന്ന് നമുക്ക്. നിങ്ങളുണ്ടല്ലോ ഇവിടെ, പിന്നെ ഇപ്പം എന്താ. സൗദക്കും തന്നെ വല്ലാത്തൊരു ഇഷ്ടം. എളാമ അതാ അടുക്കളയിലേക്ക് പോയി നോക്കുന്നു. അടുക്കളയുടെ രൂപവും കോലവും കണ്ടിട്ട് കുറച്ച് സമയത്ത് പണിയുണ്ടാകും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് എളാമ അങ്ങോട്ട് വന്നത്. കിച്ചൺ തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച, മാഷാ അല്ലാ, എൻ്റെ കുട്ടിയൊക്കെ വൃത്തിയാക്കിക്കണോ? ഇത്ര എളുപ്പം പെണ്ണതൊക്കെ കഴിഞ്ഞോ എൻ്റെ സൗദ? എൻ്റെ പെണ്ണേജ് പോയത് വല്ലാത്തൊരു ആയിക്കോട്ടെ, എനിക്ക് സന്തോഷമുള്ളൂ. ഇജ് രക്ഷപ്പെടണം തന്നെ എൻ്റെ മനസ്സിൽ. എൻ്റെ താത്താൻ്റെ അടുത്ത് എത്തിയല്ലോ, ഇനി രക്ഷപ്പെടും എടി. എന്നാലും വല്ലാത്തൊരു മാഷാ അല്ലാ. എടാ നവാസേ. ആ എന്താളാമ, എൻ്റെ പെണ്ണുങ്ങൾ കാട്ടി വെച്ച് നോക്ക്. എന്ത് ഇവിടെ വന്ന് നോക്കിയേ, ഈ കയറി വന്നപ്പോൾ ഈ കിച്ചൻ്റെ പോലെ എങ്ങനെയായിരുന്നു, ഇപ്പം എങ്ങനെയായിരുന്നു നോക്ക്. ഓ അങ്ങനെ, ഞാൻ വിചാരിച്ച് എന്തെങ്കിലും സംഭവിച്ചു വിചാരിച്ച്. എന്താളാമ്മ, അങ്ങനെ തന്നെ അല്ലേ പിന്നെ. അല്ല എന്താളാമ്മ, മക്കളെ നിങ്ങൾ ഇഷ്ടം പോലെ സദ്യ ഉണ്ടായിക്കോളിന്നാൽ. സദ്യക്ക് പായസം ഉണ്ടാക്കാം, അതിക്കുള്ള എല്ലാ ഐറ്റംസ് കൂട്ടാനും കാര്യങ്ങളും അതൊക്കെ നമുക്ക് ഇങ്ങോട്ട് എത്തിക്കാം. എന്താ വേണ്ടത് എന്ന് സൗദ ഈ എഴുതി കൊടുത്താളൊന്ന്. എന്നാൽ പിന്നെ ഞാനാണ്ട് വാട്സപ്പിൽ വിട്ട് കൊടുത്താൽ സാധനം വിടുത്തു.
അല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മക്കളെ ഓർഡർ ചെയ്യട്ടെ, ഫുഡ് സദ്യ വേണമെങ്കിൽ വാങ്ങാനും കിട്ടുമല്ലോ. അല്ലടാമ്മ അത് വേണ്ട, ഇവിടെ നല്ല വിറകടുപ്പൊക്കെ ഉണ്ടല്ലോ, ഇതിലിങ്ങനെ ചോറൊക്കെ വെച്ച് നല്ല കൂട്ടാനൊക്കെ എല്ലാ ഐറ്റംസും 10-12 ഐറ്റംസ് കൂട്ടാനും ഉണ്ടായിക്കാണ്ട് ഇവിടെയാണ് ചോറ്. അമ്മാനെയും കുട്ടികളൊക്കെ ഒന്ന് വിളിച്ചോ, ഓരോട് വരാൻ പറയും. ഇപ്പം തന്നെ വിളിക്കണ്ടേ? എൻ്റെ ഇഷ്ടം പോലെ എങ്ങനെ വെച്ചാൽ ഉമ്മാന വന്നാൽ പിന്നെ പണിക്ക് കൂടൂല്ലേ? എന്നാൽ പിന്നെന്താ? അല്ല ഉമ്മാനോട് ഞാൻ പറഞ്ഞോളാം, കുറച്ച് കഴിഞ്ഞിട്ട് ഉമ്മ ഇവിടെ ചോറ് വെക്കൊണ്ടും അറിയില്ല. അപ്പോൾ തന്നെ സൗദ എളാമ എപ്പോൾ വരട്ടോ. സൗദ അപ്പോൾ തന്നെ അതാ വീട്ടിലേക്ക് ഓടുന്നു. എളുപ്പത്തിന് ആ ഒരു റബ്ബർ തോട്ടം വഴിയാണ് അവൾ എപ്പോഴും ഓടാറുള്ളത്, ബാക്കിലൂടെ. അതാണ് എളുപ്പവും. അവൾ ആ റബ്ബർ തോട്ടം വഴി ഓടുമ്പോൾ അവൾ തോർത്തു, പഠിച്ചോനെ ഇവിടെ എത്തുമ്പോൾ ഒരു പേടിയ, എന്താ അറിയില്ല. റബ്ബർ തോട്ടത്തിലൂടെ ഓടി വരുന്ന തൻ്റെ മകൾ, മോളെ സൗദ. ഉമ്മ അത് കാണുന്നു. ഉമ്മ എന്ത് കുട്ടിയെ? ഉമ്മ പിന്നെ റജിന എളാമ പറയുന്നുണ്ട്. ആ ഇപ്പം എനിക്ക് എളാമാണല്ലോ അല്ലേ? ആയിക്കോട്ടെ. എല്ലാ മക്കളെ എന്താ ഞാൻ എന്താ ചിക്കന് അല്ലമ്മ അവിടെ സദ്യ ഉണ്ടാക്കാമെന്ന് പറഞ്ഞേക്കണ്. സദ്യയെ അല്ല, അപ്പോൾ ഇവിടെ നിങ്ങൾ ഉച്ചക്ക് ഭക്ഷണത്തിന് കൂടണില്ലേ? അല്ലമ്മ ഇവിടെ കൂടെ അവിടെ കൂടെയൊക്കെ കണക്കന്നല്ലേ. അപ്പോൾ തന്നെ റജിനത്തിയുടെ കോൾ അതാ വരുന്നു ഉമ്മയുടെ ഫോണിലേക്ക്. ഹലോ, ആ റജിയെ എന്താടി? ആ താത്ത നിങ്ങൾ കുട്ടികളും കൂട്ടിക്കൊണ്ട് പോരി. സൗദ പറഞ്ഞേ നമുക്ക് ഇതുണ്ടാക്കാന്ന്, സദ്യ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇറച്ചി വറ്റിയതും മോര് കാച്ചിയതും ചോറും അങ്ങനെ ആക്കുക, അല്ലെങ്കിൽ അപ്പം പിന്നെ ഓർക്കൊക്കെ ഇഷ്ടം ഒരു സദ്യയോടാണ്. അപ്പം അങ്ങനെ ആക്കുക. നിങ്ങൾ പോരിട്ടെ, വാതിൽ കൂട്ടിങ്ങോട്ട് പോരി. പൊന്നാര റജിയെ ഞങ്ങൾ ഓരുണ്ടായിക്കോളല്ലേ, ഞാൻ വരണടി, ഞാൻ കുട്ടികളെയും മക്കളൊക്കെ ആയിട്ട് അല്ലേ. നിങ്ങളോട് പോന്നാണി പോരി, ടപ്പം തന്നെ പോരി, ഇനിയിപ്പോൾ ഒന്നും അവിടെ വെക്കാൻ നിൽക്കണ്ട. അങ്ങനെ അതാ ഉമ്മ പറയുന്നു മക്കളോട്, മക്കളെ റജിനത്തെ വിളിക്കുന്നുണ്ട്, അവിടെ നിന്ന് സദ്യ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അതിൽ രണ്ടാമത്തെ മോളായ നൂർജ പറയുന്നു, ഉമ്മ മോശമല്ലോ ഉമ്മ, അളിയനും ഇത്തി അവിടെ പോയിക്കണം, പക്ഷെ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് എപ്പോഴും പോണത് എന്ത് മോശം മോളെ. നമുക്ക് എന്തേലും സഹായം ചെയ്യുന്നത് ഓലാണ്. അപ്പോൾ ഓല് വിളിക്കുമ്പോൾ നമുക്ക് അല്ല നമുക്ക് എല്ലാവർക്കും കൊണ്ട് കൂടി കൊടുക്കാം, എന്നാൽ പിന്നെ പരിപാടി എളുപ്പമുണ്ട്. ആ കൂടണീനൊന്നല്ല, അതെ ഞാൻ എനിക്കൊരിങ്ങനെ അളിയനോടുണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ട് ചെല്ലുമ്പോൾ അളിയൻ എന്തെങ്കിലും വിചാരിക്കുമെന്ന്. ഇല്ലടി അങ്ങനത്തെ ഇതൊന്നും അതിനില്ല, അതിനെ കണ്ടാൽ തന്നെ അറിയില്ല, നല്ല മനുഷ്യനാണത്. അങ്ങനെ അതാ എല്ലാവരും കൂടി അതാ വീട് പൂട്ടി അങ്ങോട്ടെത്തുന്നു. സൗദയോടൊപ്പം അവർ നടന്നു വരുന്നു. ഉമ്മയും 4 പെൺമക്കളും അതാ നടന്നുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ആ ഒരു കാഴ്ച ദൂരെ നിന്നും ഒരാൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവരാരും അത് അറിയുന്നേയില്ല. നേരെ അതാ റജിനത്തിയുടെ വീട്ടിലേക്കെത്തി. നൂർജ പറഞ്ഞു, ഇത്ത ഞങ്ങളെല്ലാവരും കൂടി വരുമ്പോൾ എന്നും തന്നെയല്ലേ പണി, ഞങ്ങളിങ്ങനെ എന്താ കുട്ടി ഇങ്ങനെ, നിങ്ങളെല്ലാവരും കൂടി ഇവിടെ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമാണ് എനിക്ക്. ഇവിടെ ആൾക്കാരുള്ളത് പോലല്ലേ, ഇവിടുത്തെ മക്കളെ ഒന്നിനും കിട്ടൂല, നിങ്ങളൊക്കെ തന്നെ എനിക്ക് കിട്ടുള്ളൂ. ഇവിടുത്തെ മക്കളൊക്കെ ഉദ്യോഗസ്ഥന്മാരാനൊക്കെയുള്ള പഠിപ്പിലല്ലേ, എനിക്ക് ഇങ്ങനത്തെ നാടൻ പെൺകുട്ടികളെ തന്നെയാണ് ഇഷ്ടം. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ പഠിപ്പും ഇതൊന്നും ഇല്ലേനും, എന്നാലറ്റ നല്ല അടുക്കും ചിട്ടിയും ഉണ്ടേനും, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അതാ അവരെല്ലാവരും കൂടി ഫുഡിനുള്ള സെറ്റപ്പ് എല്ലാം തുടങ്ങുന്നു. എല്ലാം ഓർഡർ ചെയ്ത് സാധനങ്ങൾ ഡെലിവറി ബോയ് അവിടെ എത്തിച്ചിരിക്കുന്നു. നവാസും അടുക്കളയിലേക്ക് വന്നു. നവാസ് അടുക്കളയിലേക്ക് വന്നപ്പോൾ ശരിക്കും ഉമ്മാക്കും അനിയത്തിമാർക്കും നാണമായി. നൂർജ അവിടെ നിന്ന് എഴുന്നേറ്റു. അളിയൻ ഇരുന്നോളൂ ഇവിടെ. ഏയ് വേണ്ട മോളെ എന്താ നിങ്ങളൊക്കെ എന്തൊക്കെയോ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, നല്ല സ്പെഷ്യലിസ്റ്റുകളാണൊക്കെ എന്ന് അറിഞ്ഞപ്പോഴേ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഏയ് അത് അങ്ങനെയൊന്നുമില്ല. നൂർമോളെ നിനക്കെന്താ നല്ല അടിപൊളി പായസമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നാണല്ലോ പറഞ്ഞു കേട്ടത്. അല്ലോ എനിക്കോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ ഉണ്ടാക്കും, പക്ഷേ സൗദത്തെ പോലെ ഒന്നും ഉണ്ടാക്കൂ കേട്ടോ. സൗദത്തെയാണ് സ്പെഷ്യലിസ്റ്റ് എല്ലാ ഫുഡിൻ്റെയും. ഇക്കാക്ക് അല്ല സോറി അളിയൻക്ക് ഓളത്തിൻ്റെ കിട്ടിയല്ലോ. ആ സൗദ ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ, എനിക്കൊക്കെ ഉണ്ടാക്കി തരേണ്ടതല്ലേ. ആ പിന്നെ അല്ല നിങ്ങളൊക്കെ ഓരോരുത്തരോട് ഏൽപ്പിക്കണ്ടേ, നൂർജിയോട് നവാസ് പറഞ്ഞു. എന്താ അടുത്തത് നോക്കാനായില്ലേ നമുക്ക്, അടുത്ത ബിരിയാണിയൊക്കെ. അത് കേട്ടപ്പോൾ നൂർജിയുടെ മുഖം വല്ലാതെ അങ്ങ് വാടി. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നി. നവാസ് പിന്നെ ഒന്നും പറഞ്ഞില്ല. എന്നാൽ ശരി, നിങ്ങൾ ഒക്കെ സെറ്റായിക്കൂടി, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ആവാട്ടോ. അതിൽ നവാസിൻ്റെ അമ്മായിമ്മ പറഞ്ഞു, പൊന്നു മോനെ നവാസേ,
ഒന്നും എടുക്കണ്ട, എൻ്റെ ഈ നല്ല സ്വഭാവം തന്നെ മതി, നമുക്ക് ധാരാളം, മനസ്സിന് സന്തോഷം. പുതിയാപ്പിളല്ലേ, ബഹുമാനിക്കാൻ ഞാൻ പറ്റൂലല്ലോ, നവാസ് പോയപ്പോൾ പറഞ്ഞു. നൂർജഹാൻ അതാ എന്തോ കഴുകുവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ റജിനത്ത് പറഞ്ഞു, താത്ത പറയുമ്പോൾ തന്നെ ഓളും തന്നെ തള്ളിപ്പൊളിച്ചങ്ങൾ വലുതായി വന്നിക്കണല്ലേ. ഇപ്പോൾ സൗദനെ കണ്ടാലും നൂർജാനെ കണ്ടാലും ഒന്നും കൂടി മൂത്ത തോന്നിക്കൽ ഇവളാണല്ലേ നൂർജനെ. ഓളിപ്പോൾ നല്ലോണം ഇങ്ങോട്ട് വളർന്നു വന്നു ചെയ്തിക്കണ്. ആടി സൗദ ഇപ്പോൾ കുറച്ച് മെല്ലൊക്കെ ചെയ്തിക്കണ്, ഇപ്പോൾ പഴയ പോലെ ഒന്നല്ല. പക്ഷേ ഇപ്പം നൂർജഹാനാണ്, എനിക്ക് പേടിയാണ് ഡി. എന്ത് താത്ത പേടിക്കേണ്ട ആവശ്യം അല്ലേ? ഓരോന്നും ഇങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടോ? സത്യം പറയും. ഒന്നും ഉണ്ടായിട്ടല്ലടി, ഇതുവരെ എനിക്ക് എൻ്റെ സൗദൻ്റെ കാര്യത്തിൽ ടെൻഷനായിരുന്നു. എന്ത് കാരണം? ഒന്നുമല്ല, ചങ്ങായി ഉണ്ടല്ലോ ആ സത്താറ്, എൻ്റെ കുട്ടീനെ കുറേ പിന്നാലെ നടന്നിക്കണ്. കുറേ ഓൾക്കാണെങ്കിൽ അതിന് കണ്ണെടുത്താൽ കണ്ടുകൂടാ, കുറേ ഒഴിവാക്കാൻ കുറേ ഇവളെ കെട്ടണം എന്നൊക്കെ പറഞ്ഞ് കുറേ പിന്നാലെ നടന്നു. ഇവൾക്ക് ഇഷ്ടേ ഇല്ല. ഇപ്പതാ നൂർജൻ്റെ പിന്നാലാണ്. ഓള് കോളേജിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഇവൻ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടാവുമല്ലോ. എന്താ റബ്ബേ ഞാൻ കാട്ടെ, ഞങ്ങൾക്കാണെങ്കിൽ ഒരു ഉറ്റോരും ഉടയോരും ഇല്ല. ആരോടെ ഞാൻ പറയാൻ അറിയണില്ല. ഇവൾക്കാണെങ്കിൽ അത് കേട്ടുകൂടാ. അത് ശരി, ഓൻ്റെ പഴയ സ്വഭാവം പിന്നെയും തുടങ്ങിക്കണോ? എന്തെനിക്കറിയില്ല. എനിക്കിപ്പോൾ എൻ്റെ സൗദൻ്റെ കാര്യത്തിൽ സമാധാനമായി ഒരാളെ കയ്യിൽ ഏൽപ്പിച്ചില്ലെന്ന് വിചാരിച്ച് നിന്നപ്പോൾ ഇവിടെ പിന്നാലെ. എൻ്റെ താത്താൻ എനിക്ക് ഏതായാലും കിട്ടിയില്ല. എപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ താത്തന്നെയാണ്. എൻ്റെ താത്താൻ എന്നും ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. ഓളോടാണല്ലേ ഈ കാര്യങ്ങളൊക്കെ പറയണത്. എനിക്ക് അത്രയ്ക്ക് ഓളെ ഇഷ്ടമായിരുന്നു. നിങ്ങളാരും അയച്ചില്ല, സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളോട് ഇവള് കുറേ ദേഷ്യം പിടിച്ച് എന്തൊക്കെ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പറയാൻ പറ്റൂലേ, അങ്ങനെ നടക്കണ പെൺകുട്ടികളല്ലേ. ഓൾക്ക് ബസ് ഇറങ്ങി കുറച്ചും ദൂരം പോരാനും ഉണ്ട്, അത്രയും നടന്നിങ്ങോട്ട് എത്തണ്ടേ. പിന്നെ പഠിപ്പിക്കാന്ന് വെച്ചാൽ പഠിപ്പിക്കാൻ ഞാൻ പറ്റൂല. ഓൾക്ക് അത്യാവശ്യം പഠനത്തിന് താല്പര്യമുള്ള കുട്ടിയാണ്. അപ്പോൾ നമ്മൾ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ ഒരാളെ പേടിച്ചിട്ട്. താത്ത ഓനക്കൊക്കെ നല്ല ചുട്ടടിൻ്റെ കുറവാണ്. ഓനൊക്കെ മൂലക്കിലൊക്കെ ഒരാളില്ലാത്തതിൻ്റെ കേടാണത്. നവാസിനോടൊന്നും പറയേണ്ടത് കേട്ടോ. കാരണം നവാസൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞാലേ, കാരണം സൗദനെ ഓന് കുറേ ഓളെ പിന്നാലെ നടന്ന് അതും ഇതും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞതാക്കിക്കണ്. പക്ഷെ അതൊക്കെ അറിയുമ്പോൾ ഓൻ്റെ മനസ്സ് വേദനിക്കും. കാരണം ഓനക്കെന്ന് വെച്ചാൽ ഓൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതല്ലേ, ഫസീലാനെ കുറിച്ചൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായതല്ലേ. അപ്പോൾ ഇനിയും ഇതൊക്കെ കേൾക്കുമ്പോഴേ ഒരിക്കലും സത്താറിൻ്റെ കാര്യമൊന്നും അറിയണ്ട കേട്ടോ നവാസ്, പാവമാണ്, ജീവിച്ച് പോയിക്കോട്ടെ. ആ ഉമ്മ വേദനയോടെ പറഞ്ഞു. ഇല്ല താത്ത, ഞാൻ പറയില്ല. ഓലൊക്കെ നല്ല വട്ടത്തിൽ ജീവിച്ചു പോട്ടെ, അതുള്ളൂ എനിക്ക് ആഗ്രഹം. എനിക്ക് പേടിയൊക്കെ ഉണ്ട് എൻ്റെ മനസ്സിക്ക്. സത്താറങ്ങാൻ ആ വൈക്ക് പോവോന്നൊക്കെ ഒരു പേടിയാണ് എനിക്ക്. ഒന്നിനും മടിക്കാത്തവരല്ലേ. അതുമല്ല ഇപ്പം ഈ ലഹരിക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ആകുമ്പോഴേ ഓൽക്കൊരു അന്തും കഥയും ബുദ്ധി ഇല്ലാത്ത സമയമാണിപ്പോൾ. ഓൽക്ക് എന്താണ് കാട്ടുക, ആരാണ് ഉമ്മ, ഏതാണ് പെങ്ങള്, ഒന്നും തിരിച്ചറിയാത്ത കാലമാണ്. അപ്പോൾ ഒന്നിനും മടിക്കാതെ കയറി എങ്ങാനും ചെല്ലുന്നൊക്കെ എനിക്കിങ്ങനെ പേടി തോന്നും. റബ്ബേ, എൻ്റെ മനസ്സൊക്കെ ബേജാറാണ്. എന്നാൽ നിക്കാഹിൻ്റെ ദിവസം എല്ലാവരോടും പറഞ്ഞിരിക്കണല്ലോ, അത് ഞാൻ കെട്ടാൻ പോണ പെണ്ണാണ്, ഞാൻ ഓളെ കൂടെ ജീവിച്ചിരിക്കണ, പറയാത്തതൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ സൗദ അതൊന്നും അറിയണ്ടട്ടോ. അറിഞ്ഞാൽ ഓൾക്കും ടെൻഷനേക്കാരും നവാസിനും ടെൻഷനേക്കാരും. പഠിച്ചു ഏതായാലും കാത്ത് രക്ഷിക്കട്ടെ. റജിനത്ത് പറഞ്ഞു. ഇനിയും എൻ്റെ ശല്യം ഉണ്ടാണെങ്കിൽ എന്താ, അതിനുള്ള നടപടി എടുക്കേണ്ടി വരും. അല്ലാതെ ഇപ്പം എന്താ, പെൺകുട്ടികൾക്ക് ഇവിടെ മാനമര്യാദയോട് ലോകത്ത് ജീവിക്കൊന്നും വേണ്ട. ഒരാളെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? എടി, നമുക്ക് അതിനുള്ളത് ശേഷിയൊന്നും ഇല്ലല്ലോ. കേസ് കൊടുക്കാനും അതിൻ്റെ പിന്നാലെ പോവാനും ആളുമില്ല, അതിനുള്ള പൈസ ഇല്ല. നമ്മൾ പാവങ്ങളിങ്ങനെ ഓരോ ദിവസം അങ്ങനെ തള്ളി നിൽക്കണ്. എനിക്കറിയില്ല ഇവലെപ്പാൻ്റെ സ്ഥിതി, എപ്പോഴെങ്കിലും എന്തെങ്കിലും ആയി, അല്ലെങ്കിൽ അതും ഇല്ല. എന്തൊക്കെയാവും. എനിക്ക് എൻ്റെ ഒരു കുട്ടിക്ക് രക്ഷപ്പെട്ടത് അൽഹംദുലില്ലാ എന്നാണ് ഞാൻ പറയണത്. അള്ളാഹ് അങ്ങനത്തെ ഒരു മരോനെ എനിക്ക് കിട്ടിയല്ലോ. പടച്ച റബ്ബിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. റജിനത്ത ഉമ്മയെ ആശ്വസിപ്പിച്ച്, ആ ഒന്നുമില്ല, പഠിച്ചോനല്ലേ വലുത്. ഒരാളെ കണ്ടിട്ട് ഒരാളെ പടക്കൂലല്ലോ. അള്ളാഹു ഒരാളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഓൽക്ക് ഉള്ള വഴി പഠിച്ചോ ഒരുക്കിയിട്ടുണ്ടാവും. അല്ലാതെ ഒരാളെ കണ്ടിട്ട് ഒരാളെ പടക്കുകയില്ല. താത്ത, നിങ്ങൾ ദുആ ചെയ്തോളി. നിങ്ങളെ സൗദക്ക് ഒരു കുട്ടി ഉണ്ടായി കിട്ടട്ടെ ആദ്യം. അതിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യേ. ആദ്യം അതാണ് കഴിയോട്ടെ. എന്നാലും ഒരു ഉറപ്പാണ്, എന്നാൽ സമാധാനമാണ്. അതാണിപ്പോൾ എൻ്റെ ഒരു തേട്ടം. കാരണം ഓൾക്ക് അവിടെ ഒരു പിടുത്തം വേണമെന്നുണ്ടെങ്കിൽ ഓൾക്കൊരു കുഞ്ഞ് വേണ്ടാകണം. അതിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്തോളി. ഉമ്മ സന്തോഷത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞ്, ഇൻഷാ അല്ലാ. എടി ഇജ്ജും ദുആക്ക്. താത്ത, ഞാൻ ദുആ ചെയ്യണ്ട, അന്ന് മുതൽ ഞാൻ ദുആ ചെയ്യണ്ട്. ഓൾക്ക് പെട്ടെന്നൊന്നും ഉണ്ടായി കിട്ടിയാലേ
സമാധാനായി. എന്നാൽ പിന്നെ ബേജാറില്ലേ? മറ്റേതേ കുറച്ച് ടെൻഷനാണ്. ആ നിമിഷം തന്നെ ഉമ്മ അതാ ഹൃദയം പൊട്ടി ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.